ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് കൊടികയറി. കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തിരുനാളിന്റെ ആദ്യ ദിനത്തിലെ തിരുക്കർമ്മങ്ങൾ. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ നിശ്ചല ദൃശ്യവും മാലാഖമാരുടെ വേഷത്തിലെത്തിയ കുട്ടികളും തിരുനാളിന് കൂടുതൽ മിഴിവേകി. മെയ് 14-ന് ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് കണ്ണൂർ രൂപതാ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അലക്സ് വടക്കുംതല കൊടികയറ്റി. വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും വർണ്ണവസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടികളും തിരുനാളിന് പകിട്ടേകി. തുടർന്ന് അഭിവന്ദ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നടന്നു. മെയ് മാസം 1-ാം തീയതിയാണ് കോട്ടപ്പുറം രൂപതയിലെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായി എന്നെ നിയമിച്ചു. ആ ദിവസങ്ങളിൽ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. എത്രയും വേഗം കോട്ടപ്പുറം രൂപതയ്ക്ക് അനുയോജ്യനായ ഒരു ഇടയനെ നൽകണമെന്ന്. വിശുദ്ധ അന്തോണീസ് അത്ഭുതം പ്രവർത്തിച്ചു. ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഇടവക വികാരിയെ തന്നെ രൂപതയുടെ ഇടയനായി നൽകി. ഞാനതിന് നന്ദി പറയുന്നു. തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവയും നടക്കും. മെയ് 14-ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കുന്നതോടെ ഊട്ടുതിരുനാളിന് തുടക്കമാകും. ന്യൂസ് ബ്യൂറോ, പറവൂർ. കാൽനൂറ്റാണ്ടിന്റെ പൊൻതിളക്കത്തോടെ പറവൂർ വൈപ്പിൻകരയുടെ സ്വന്തം കവിതാ ജ്വല്ലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ. കവിതാ ജ്വല്ലറി ചെറായി, ഒരു ദേശത്തിന്റെ സുവർണ പാരമ്പര്യം.